മുഫസ്സിറുകൾ ഉദ്ധരിക്കുകയാണ്, മൻ അകല, ആരെങ്കിലും മാ യസ്ഖുതു മിനൽ മാഇദ, സുപ്രയിൽ നിന്ന് വീണുപോകുന്നത്, നമ്മുടെ ഭക്ഷണത്തിന്റെ പ്ലേറ്റിൽ നിന്ന് വീണുപോകുന്നത് ആരെങ്കിലും എടുത്ത് ഭക്ഷിച്ചാൽ, അങ്ങനെ സംഭവമേ ഇല്ലല്ലോ, കഴിഞ്ഞാൽ എടുത്ത് കളയാണ്, ദൂരെ കൊണ്ടുപോയി കൊട്ടിക്കളയാണ്. പിന്നെ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നത് പേടിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തിന്നാൻ പറ്റുന്നത് ഉണ്ടാക്കുക, ഉണ്ടാക്കിയത് നമ്മൾ ഭക്ഷിക്കുക, അതൊരിക്കലും നശിപ്പിച്ച ഒരു മൃഗത്തിനെങ്കിലും ഉപകാരപ്പെടണം. നമ്മുടെ കച്ചറ കൊണ്ടുപോയി കിട്ടിയിട്ട് ആർക്കവിടെ കിട്ടുന്ന ഒരു പൂച്ചക്ക് പോലും കിട്ടൂല അല്ലെ? നമ്മളിവിടെ കൊണ്ടുപോയി കൊട്ടിയാലേ, ഈ നഗരങ്ങളിലെ വിഷയങ്ങൾ അതാ. നാട്ടിലൊക്കെ ആണെങ്കിൽ വല്ല ആടിനോ പശുവിനൊക്കെ കൊടുക്കാന്ന്, വല്ല ഒട്ടകത്തിനും കിട്ടുമെന്ന് വിചാരിക്കുക. ഇവിടൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊട്ടുന്നത് ഒരുപാട് വിസർജ്യങ്ങളിലേക്കാണ് പോകുന്നത്. കടുത്ത കുറ്റല്ലേ? ഇങ്ങനെയൊക്കെ റബ്ബ് പറഞ്ഞു. നിങ്ങളുടെ ധാന്യമണിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഹുബൂസ്, ഒരു ബ്രെഡ് ഉണ്ടാവണമെങ്കിൽ എത്ര ധാന്യം പൊടിക്കപ്പെടണം? അതേപ്പറ്റി നിങ്ങൾ ആലോചിച്ചുവോ? നിങ്ങളുടെ ഭക്ഷണത്തളികയിൽ നിന്ന് വീണുപോകുന്നത് ആരെങ്കിലും എടുത്തു ഭക്ഷിച്ചാൽ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും വീണുപോയാൽ ഫൽയുമിത് മാ അലൈഹാ മിനൽ അദാ, അതിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അഴുക്കെല്ലാം നീക്കിക്കളഞ്ഞ് ഫൽയകുൽഹാ, മനുഷ്യനത് തിന്നട്ടെ, അവൻ ഭക്ഷിക്കണം, അത് എറിഞ്ഞു കളയരുത്. മക്കളെ ഉമ്മമാര് പഠിപ്പിക്കണം. നമ്മൾ ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. വറ്റ് വീണുപോകുക, അത് പെട്ടെന്ന് മനസ്സിലാവും. വറ്റ് വീണുപോയാൽ, പാത്രത്തിൽ നിന്ന് വീണുപോയാൽ അത് എടുത്ത് ഭക്ഷിക്കാൻ മക്കളെ പഠിപ്പിക്കണം. എടുത്ത് ഭക്ഷിക്കാൻ മക്കളെ പഠിപ്പിക്കണം. എന്തിനാന്നറിയോ? മക്കൾക്ക് ബുദ്ധിമോശം വരാതിരിക്കാൻ. ഹംക്ക് എന്ന് പറയില്ലേ, ആൾ അഹ്മക്കാന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയില്ലാത്ത മനുഷ്യനാണെന്ന്. അങ്ങനത്തെ അസുഖം മക്കളിലും മക്കളുടെ മക്കളിലും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തളികയിൽ നിന്ന് വീണുപോകുന്നത് നിങ്ങൾ കഴുകിയിട്ടെങ്കിലും നിങ്ങൾ വൃത്തിയാക്കിയിട്ട് കഴിക്കണമേ, അത് നിങ്ങൾ വേസ്റ്റാക്കി കളയല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അകല മാ യസ്ഖുതു മിനൽ മാഇദ, അവന്റെ ഭക്ഷണത്തളികയിൽ നിന്ന്, പ്ലേറ്റിൽ നിന്ന്, സുപ്രയിൽ നിന്ന് വീണുപോകുന്നത് ആരെങ്കിലും എടുത്തു ഭക്ഷിച്ചാൽ ആശ ഫീ സഅത്തിൻ, അല്ലാഹു തആല വിശാലത ചെയ്തു കൊടുക്കുന്ന ഒരു ജീവിതം അയാൾക്ക് ലഭിക്കും. വിശാലത ഉണ്ടാകും ജീവിതത്തിൽ. വഊഫിയ ഫീ വലദിഹി വവൽദി വലദിഹി മിനൽ ഹംഖി, മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഭ്രാന്ത് പോലെയുള്ള അസുഖങ്ങൾ അല്ലാഹു വരുത്തി വെക്കില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്യാരണ്ടി തന്നത് ഭക്ഷിക്കുന്ന ഭക്ഷണത്തോട് ബഹുമാനം കാണിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഭക്ഷണം വേസ്റ്റ് ആക്കല്ലേ. കല്യാണങ്ങൾ നിങ്ങൾ എത്രയധികം ആളുകൾക്ക് തിന്നാൻ ആവശ്യമുള്ള ആളുകളെ വിളിക്കുകയും വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയും അത് നിങ്ങൾ എത്ര വെറൈറ്റി ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല, വേസ്റ്റ് ആക്കരുത്, വേസ്റ്റ് ചെയ്യരുത്.